SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ല എങ്കിൽ SPS ശശിധരനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞു. പുതിയ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെടുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇഴയുന്നുവെന്നാണ് ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ഇനിയും ഈ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ മാറ്റി മറ്റ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ അഭിപ്രായം. മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളിക്ക് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. മുൻ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള പല അന്വേഷണങ്ങളും വൈകിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അന്വേഷണം പൂർത്തിയാവുന്നില്ല. ഹൈക്കോടതിയുടെ നിരന്തരം നിർദ്ദേശമുണ്ടായിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ കർശനമായ പരാമർശം. മൈക്രോ ഫിനാൻസ് കേസിൽ ഇത്രയും വലിയ അഴിമതി നടന്നു, കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള ആരോപണമുള്ളപ്പോൾ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം പൂർത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ രൂപം നൽകണം എന്നാണ് ഹൈക്കോടതിയുടെ അഭിപ്രായം. മുൻപ് അന്വേഷിച്ചിരുന്ന പല കേസുകളിലും പുതിയ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഹൈക്കോടതി പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ട കാര്യം ഇപ്പോൾ ആലോചിക്കുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ അഭിപ്രായം. അമൃത ന്യൂസ്, കൊച്ചി.